ഉറൂബ് അനുസ്മരണം ജൂലൈ 10. അനശ്വരനായ ഉറൂബ്. മലയാളത്തിലെ ഒരു നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായിരുന്നു ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന PC കുട്ടിക്കൃഷ്ണൻ. മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കടുത്തുള്ള പള്ളിപ്പുറം ഗ്രാമത്തിൽ കരുണാകര മേനോന്റെയും പാറുക്കുട്ടി അമ്മയുടെയും മകനായി 1915 ജൂൺ 8 പരുത്തൊള്ളി ചാലപ്പുറത്ത് കുട്ടിക്കൃഷ്ണൻ എന്ന PC കുട്ടിക്കൃഷ്ണൻ ജനിച്ചത്. കവി, ഉപന്യാസകാരൻ, അധ്യാപകൻ, പത്രപ്രവർത്തകൻ, തിരക്കഥാകൃത്ത് എന്നീ നിലകളിലും അറിയപ്പെടുന്നു. ആകാശവാണിയുടെ കോഴിക്കോട് നിലയത്തിൽ 25 വർഷത്തോളം പ്രവർത്തിച്ചു. പല ജനപ്രിയ പരിപാടികളുടെയും നിർമ്മാതാവായിരുന്നു അദ്ദേഹം. പ്രകൃതി സ്നേഹിയും ഗാന്ധിയനുമായിരുന്ന അദ്ദേഹം കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനായും മലയാള മനോരമയുടെ പത്രാധിപനായും പ്രവർത്തിച്ചിട്ടുണ്ട്. കാൽപ്പനിക കവിയായ ഇടശ്ശേരി ഗോവിന്ദൻ നായരുമായി അദ്ദേഹം നല്ല സൗഹൃദത്തിലായിരുന്നു. 1948 ഇടശ്ശേരിയുടെ ഭാര്യ സഹോദരി കൂടിയായ ദേവകി അമ്മയുമായി അദ്ദേഹത്തിന്റെ വിവാഹം നടന്നു. യൗവനം നശിക്കാത്തവൻ എന്നർത്ഥമുള്ള അറബി വാക്കായ ഉറൂബ് എന്ന തൂലികാനാമത്തിൽ ആണ് അദ്ദേഹം പ്രശസ്തനായത്. നീർച്ചാലുകൾ എന്ന കഥാസമാഹാരമാണ് ഉറൂബിന്റെ ആദ്യ കൃതി. തീ കൊണ്ട് കളിക്കരുത്, മണ്ണും പെണ്ണും, മിസ് ചിന്നുവും ലേഡി ജാനുവും നാടകങ്ങളാണ്. നിഴലാട്ടം, മാമൂലിന്റെ മാറ്റുലി കവിതകൾ. ഉറൂബിന്റെ ശനിയാഴ്ചകൾ ഉപന്യാസ വിഭാഗത്തിൽപ്പെടുന്നു. ഉമ്മാച്ചു, സുന്ദരികളും സുന്ദരന്മാരും എന്നീ 2 നോവലുകളാണ് അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠ കൃതികളായി കരുതപ്പെടുന്നത്. നോവലിനുള്ള ആദ്യ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഉമ്മാച്ചു എന്ന നോവലിന് ലഭിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവലിന് അദ്ദേഹത്തെ തേടിയെത്തി. മലയാള ചലച്ചിത്ര രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന നീലക്കുയിൽ എന്ന ചലച്ചിത്രത്തിന്റെ രചന നിർവഹിച്ചത് ഉറൂബാണ്. രാരിച്ചൻ എന്ന പൗരൻ, നായര് പിടിച്ച പുലിവാല്, മിണ്ടാ പെണ്ണ്, കുരുക്ഷേത്രം, ഉമ്മാച്ചു, അണിയറ എന്നീ ചിത്രങ്ങളുടെ രചനയും അദ്ദേഹം നിർവഹിച്ചു. 1975 ആകാശവാണിയിൽ നിന്ന് പ്രൊഡ്യൂസറായി വിരമിച്ച ശേഷം അദ്ദേഹം കുങ്കുമം, മലയാള മനോരമ എന്നിവയുടെ പത്രാധിപർ, കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു. 1976 അദ്ദേഹം മനോരമ പത്രാധിപത്യം ഏറ്റെടുത്തത്. ആ സ്ഥാനത്തിരിക്കെ 1979 ജൂലൈ 10 കോട്ടയത്ത് വെച്ച് അന്തരിച്ചു. നന്ദി, നമസ്കാരം.